നോക്കൂ, ഒന്നാമതായിട്ട് ഈ തുഷാർ ഗാന്ധി ഒരു പുതിയ കാര്യവും നെയ്യാറ്റിൻകരയിൽ വന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളൊന്ന് ആവർത്തിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിൽ ചെയ്തിട്ടുള്ളത്. എന്ത് സാഹചര്യത്തിലാണ് തുഷാർ ഗാന്ധി കേരളത്തിലേക്ക് വന്നത്? അതിനൊരു ചരിത്രപരമായ സാഹചര്യമുണ്ടല്ലോ. അതെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികം നമ്മളിപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇവിടെ കേരളത്തിലെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നെയ്യാറ്റിൻകരയിലെത്തി ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യുന്നു. ആരാണ് ഈ ഗോപിനാഥൻ നായർ സാറ്? നമുക്കൊക്കെ അറിയുന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെച്ചത് എന്തിനായിരുന്നു? ഗാന്ധിയൻ ആദർശങ്ങൾ രാജ്യത്തെമ്പാടും പ്രചരിപ്പിക്കുന്നതിനും അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഗാന്ധിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മനുഷ്യൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഗാന്ധിയതയെക്കുറിച്ച് സംസാരിക്കുമല്ലോ. അങ്ങനെ ഗാന്ധിയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗാന്ധി വധത്തെക്കുറിച്ച് സംസാരിക്കുമല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ തുഷാർ ഗാന്ധി പറഞ്ഞത്? തുഷാർ ഗാന്ധി പറഞ്ഞത് സംഘപരിവാർ ഇന്ത്യയുടെ ആത്മാവിൽ വിഷം കലർത്തിയ പ്രസ്ഥാനമാണ് എന്ന് തന്നെയാണ് തുഷാർ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി പറയുന്നൊരു കാര്യമല്ല, പല തവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ അദ്ദേഹം വന്നിട്ട് ആദ്യമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആത്മാവിൽ വിഷം കലർത്തിയ പ്രസ്ഥാനമാണ് സംഘപരിവാർ എന്ന് തുഷാർ ഗാന്ധി പറയുന്നത്? അതിന് ഒറ്റ കാരണം എന്ന് പറയുന്നത് ഗാന്ധിവധമാണെന്നേ. ഗാന്ധിയെ കൊല്ലുമ്പോൾ, നാത്തൂറാം ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുമ്പോൾ നാത്തൂറാം ഗോഡ്സെയും ഗാന്ധിയും തമ്മിൽ ഒരു സ്വകാര്യ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് പരസ്പരം തമ്മിലൊരു എതിർപ്പുണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു വ്യക്തിപരമായ എതിർപ്പുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബന്ധവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഗാന്ധി ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഗോഡ്സെയെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഗോഡ്സെ 1, 2, 3 തവണ ഗാന്ധിയെ കണ്ടിട്ടുണ്ടാകാം, അതിനപ്പുറത്ത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്നത്? ഒറ്റ കാര്യമാണ്, ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ അല്ല കൊല്ലുന്നത്, മറിച്ച് ഗാന്ധി എന്ന് പറയുന്ന ആശയത്തെയാണ് കൊല്ലുന്നത്. ഗാന്ധി എന്ന് പറയുന്ന ആശയത്തെ എന്തിനാണ് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിട്ടുള്ള നാത്തൂറാം ഗോഡ്സെ അന്ന് കൊല്ലുന്നത്? 1948 ഗാന്ധി കൊല്ലപ്പെടുന്നത്, സ്വതന്ത്ര ഇന്ത്യയിലാണ് കൊല്ലപ്പെടുന്നത്. ഈ വാർദ്ധക്യ സഹജമായ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാഷ്ട്രപിതാവ് മരിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വെടിയേറ്റ് മരിക്കുകയായിരുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ തോക്കിൻ്റെ വെടിയുണ്ടയ്ക്ക് ഇരയായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു? ഒറ്റ കാരണമേ ഉള്ളന്നേ. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മഹാത്മാഗാന്ധി വിഭാവന ചെയ്തത് എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശമുള്ളൊരു രാഷ്ട്രമായിട്ടാണ്. തുല്യ അവകാശം എല്ലാ മതങ്ങൾക്കും ഉണ്ടാകണം, ആരെയും മാറ്റി നിർത്തിപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഫെഡറൽ രാജ്യമായിട്ട് ഇന്ത്യയെ ഭാവന ചെയ്ത ആ ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി മരിക്കുകയും ആ പോരാട്ടം ഒടുവിൽ വിജയിച്ച് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാവുകയും ചെയ്തത്. ആ പോരാട്ടത്തിൽ പങ്കെടുക്കാത്ത പാർട്ടിയാകട്ടോ ഈ പറയുന്ന സംഘപരിവാറിലെ ഓരോ ഘടകകക്ഷിയും. അത് BJP പങ്കെടുത്തിട്ടില്ല, അന്ന് BJP ഇല്ല. പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്നിട്ടുള്ള ഹിന്ദു മഹാസഭ പങ്കെടുത്തിട്ടില്ല. 1925 രൂപീകരിച്ച RSS പങ്കെടുത്തിട്ടില്ല. എന്താ കാര്യം എന്നറിയാവോ? RSS വിഭാവന ചെയ്തിട്ടുള്ളത് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുസ്ഥാനാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരമല്ല നടന്നത്. അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഭാഗമായിട്ടില്ല. 1938 ഗോൾവാക്കർ എഴുതുന്നൊരു പുസ്തകമുണ്ട്, വി ഓർ അവർ നേഷൻഹുഡ് എന്ന് പറഞ്ഞിട്ട്. 1938, അതായത് ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് 9 വർഷം മുമ്പ് സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോൾവാക്കർ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്യുന്നത് എന്തുവാണെന്നറിയാമോ? ഹിന്ദുസ് ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിങ്ങളുടെ എനർജി, ഈ പറയുന്ന ഊർജ്ജം വേസ്റ്റ് ആക്കരുത്, വെറുതെ പാഴാക്കി കളയരുത്. മറിച്ച് സേവ് യുവർ എനർജി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് മുസ്ലിംസ്, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് ആൻഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും പോരാടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഊർജ്ജത്തെ സ്വരൂപിച്ച് വയ്ക്കുക. 1938 പറഞ്ഞതാന്നേ, ഗോൾവാക്കർ പറഞ്ഞതാണ്. ഇന്റേണൽ എനിമീസ് എന്നാണ് അന്ന് ഗോൾവാക്കർ മുസ്ലിങ്ങളെ പറഞ്ഞത്, ക്രിസ്ത്യാനികളെ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകളെ പറഞ്ഞത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതങ്ങളാണെന്ന് പറയാം, ആണല്ലോ. ഹിന്ദുക്കളുടേതായ ഒരു രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ RSS ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടുണ്ടാവും, ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുണ്ടാവും. അത് രണ്ട് മതങ്ങളാണ്. എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരാകുന്നത്? കാരണം എന്താണെന്നറിയാവോ? മറ്റു രണ്ടും മതങ്ങളാണെങ്കിൽ കമ്മ്യൂണിസം മതനിരപേക്ഷതയാണ്. അപ്പോൾ അതിനെയും ഉച്ചാടനം ചെയ്യണം എന്നുള്ളതാണ് ഗോൾവാക്കർ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന RSS എന്ന് പറയുന്ന സംഘടന അഥവാ സംഘപരിവാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമേ ആയിരുന്നിട്ടില്ല. എന്നാൽ ഗാന്ധി ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒന്നിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരു രാജ്യത്തെയാണ് വിഭാവന ചെയ്തത്. അതുകൊണ്ട് ഗാന്ധി എന്ന് പറയുന്ന ആശയത്തെയാണ് യഥാർത്ഥത്തിൽ നാത്തൂറാം ഗോഡ്സെ വെടിവെച്ച് കൊന്നത്, അഥവാ ഹിന്ദു മഹാസഭ വെടിവെച്ച് കൊന്നത്. നമുക്കറിയാലോ, ജീവൻലാൽ കപൂർ കമ്മീഷൻ 1964 ആ കമ്മീഷൻ്റെ കണ്ടെത്തൽ എന്താണെന്നറിയാം? ഒറ്റ കണ്ടെത്തലേ ഉള്ളൂ. ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് സവർക്കറും സവർക്കറൈറ്റ്സുമാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്നാണ്.
ഇന്ത്യ മഹാരാജ്യത്തെ സർക്കാർ തീരുമാനിച്ച് നടപ്പിലാക്കിയ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ ഒറ്റ ഫൈൻഡിങ് എന്ന് പറയുന്നത് സവർക്കർ റൈറ്റ്സും ആണ് ഈ പറയുന്ന വലിയ ഗൂഢാലോചന നടത്തി ഗാന്ധിയെ കൊന്നത് എന്നാണ്. 2003 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയി അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനിയും ചേർന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലുണ്ടല്ലോ വീർ സവർക്കറുടെ പടം അനാച്ഛാദനം ചെയ്തു. വീർ സവർക്കർ ആരാണ്? ഹിന്ദു മഹാസഭ സ്ഥാപിച്ചയാളാണ്. ആ ഹിന്ദു മഹാസഭയുടെ ഭാഗമായിരുന്നു ഗോഡ്സെ. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന BJP-ക്കാർ ഹിന്ദു മഹാസഭയിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തിട്ടില്ല. ഗോഡ്സെയിൽ നിന്ന് അവർ ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കും. കാരണം എന്താ? ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത പാടെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകമാണ്, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. അതിൻ്റെ ഭാരം ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ കഴിയില്ല BJP-ക്ക്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 1948 സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ പാർട്ടിയെ RSS-നെ നിരോധിച്ചുകൊണ്ട് പറഞ്ഞ എന്താണെന്നറിയാവോ? RSS ഈസ് സ്പ്രെഡിങ് കമ്മ്യൂണൽ പോയിസൺ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്, സർദാർ വല്ലഭായ് പട്ടേലാണ് പറഞ്ഞത്. 1948 പറഞ്ഞത് കമ്മ്യൂണൽ പോയിസൺ, വർഗീയ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന്. ആരോടാ പറഞ്ഞതെന്നറിയാവോ? ഗുരുജി ഗോൾവാക്കർക്ക് എഴുതിയ കത്തിലാണ് പറയുന്നത്. 1948 സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കത്ത് എഴുതുന്നുണ്ട്. കത്ത് എങ്ങനെയാണ് എഴുതുന്നത്? അതിനൊരു സാഹചര്യമുണ്ട്. 48 ഗോൾവാക്കർ അങ്ങോട്ടൊരു കത്ത് എഴുതുന്നുണ്ട് പട്ടേലിന്. എന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? RSS-ന്റെ ബാൻ ഒന്ന് മാറ്റിത്തരണം. മാറ്റി തന്നാൽ കമ്മ്യൂണിസ്റ്റുകളെ ഈ രാജ്യത്ത് നിന്ന് ഉച്ചാടനം ചെയ്യാൻ ഞങ്ങൾ സർക്കാരുമായി കൊളാബറേറ്റ് ചെയ്യാം എന്നാണ് അന്ന് ഗോൾവാക്കർ വെക്കുന്ന ഒരു ഉപാധി. അതായത് നിങ്ങൾ ഞങ്ങളെ നമ്മുടെ ആ നിരോധനം എടുത്തു കളഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകളെ ഇവിടുന്ന് പുറത്താക്കാം എന്ന് പറയുമ്പോൾ പട്ടേൽ തിരിച്ചയക്കുന്ന മറുപടിയിലാണ് ഈ പറയുന്നത് RSS ഈസ് സ്പ്രെഡിങ് കമ്മ്യൂണൽ പോയിസൺ എന്ന്. ഇപ്പോൾ തുഷാർ ഗാന്ധി പറഞ്ഞത് അതുതന്നെയാണല്ലോ. ഈ രാജ്യത്തിൻ്റെ ആത്മാവിൽ വിഷം കലർത്തുന്നു എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞത്. ഇത് 1948 സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു. ആ സർദാർ വല്ലഭായ് പട്ടേലിനെ BJP ഏറ്റെടുത്തില്ലേ? അത്ഭുതകരമായി BJP ഏറ്റെടുത്തില്ലേ? എന്ന് മാത്രമല്ലോ, ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രതിമകളിലൊന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ്. 600 അടി ഉയരമുണ്ട്. 2000 കോടിയാണ് ചെലവാക്കിയത്. ആരാ ചെലവാക്കിയത്? നരേന്ദ്രമോദി. 2013 ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നർമ്മദയുടെ തീരത്ത് തറക്കല്ലിട്ടിട്ട് ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നായിട്ട് നിൽക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. ആ പട്ടേലാണെന്നേ പറഞ്ഞത് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ പ്രതിമയും ലോകം മുഴുവനും ഉണ്ട്. അതുണ്ടാവണം. മാത്രമല്ല ഗാന്ധിജിയുടെ പ്രതിമ ലോകം മുഴുവനും. ലോകത്ത് എവിടെയൊക്കെ ഗാന്ധി മ്യൂസിയങ്ങളും ഗാന്ധി പ്രതിമകളും സ്ഥാപിച്ചു. നല്ലതാണ്. ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കുന്നത് പോലല്ല സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത്. അന്ന് പട്ടേലാണ് RSS-നെ രാജ്യത്ത് ബാൻ ചെയ്തത്. അദ്ദേഹമാണ് ആദ്യമായി പറയുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണൽ പോയിസൺ ആണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഏറ്റെടുക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അതിനപ്പുറത്തായിട്ട് ഒന്നും പുതുതായിട്ട് തുഷാർ ഗാന്ധി പറഞ്ഞിട്ടില്ല. പക്ഷേ തുഷാർ ഗാന്ധിയോട് ഇവിടെ വലിയൊരു എതിർപ്പ് രൂപപ്പെടുന്നു. അതൊരു വലിയ എതിർപ്പൊന്നും പറയാനില്ല. ഇന്നിപ്പോൾ തുഷാർ ഗാന്ധി തന്നെ പറഞ്ഞ കണക്ക് അതൊരു ചെറിയ എതിർപ്പാണ്, ഒരു മൈനർ ആയിട്ടുള്ള എതിർപ്പാണ്. അതൊരു മേജർ ആയിട്ടുള്ള എതിർപ്പായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുഷാർ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാലോ 2013 നരേന്ദ്ര ദാബോൽക്കർ കൊല്ലപ്പെട്ടു മഹാരാഷ്ട്രയിൽ. ആരായി നരേന്ദ്ര ദാബോൽക്കർ? അദ്ദേഹം ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്തിനാ കൊല്ലപ്പെട്ടത്? അവിടെ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പ്രവർത്തനം നടത്തി. ഹി വാസ് എ റാഷണലിസ്റ്റ്, യുക്തിവാദിയായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ക്രിമിനൽസ് വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ട് പോയി. നരേന്ദ്ര ദാബോൽക്കർ മരിച്ചു 2013. 2015 മഹാരാഷ്ട്രയിൽ അടുത്ത കൊലപാതകം നടക്കുന്നു. ആരാ? ഗോവിന്ദ് പൻസാരെ ആരാ? CPI-യുടെ പ്രവർത്തനമായിരുന്നു, റാഷണലിസ്റ്റ് ആയിരുന്നു, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് പോരാടിയത്. ഗോവിന്ദ് പൻസാരയെ വെടിവെച്ച് കൊന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ കർണാടക. 2 കൊലപാതകങ്ങൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നടന്നല്ലോ. ഒന്ന് 2015 നടന്നത്. ആരാണ്? MM കലബുർഗി ആരാ? കന്നഡയിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ്. അവിടുത്തെ കന്നഡ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. എന്തായിരുന്നു അയാൾക്കെതിരായിട്ടുള്ള കുറ്റം? അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പോരാടുന്നു, റൈറ്റ് വിങ് പൊളിറ്റിക്സിനെതിരായിട്ട് നിലനിൽക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അർബൻ നക്സലൈറ്റ് എന്നാണ് പറയുന്നത്. നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നക്സലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വെടിവെച്ച് കൊല്ലുന്നത്. ഇനി നമ്മുടെ വംശത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടല്ലോ 2017 ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടില്ലേ? ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. അതുമാത്രമല്ല എതിർ ശബ്ദങ്ങൾ അമർച്ച ചെയ്യപ്പെടുന്നു. ഇനി അമർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. ഈ രീതിയിലുള്ള സംഭവങ്ങൾ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം ഈ പറയുന്ന തുഷാർ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്നറിയാമോ? ഇതിപ്പോൾ ഞാൻ വേറൊരു സംസ്ഥാനത്താണ്, ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണ് ഞാൻ ഈ പ്രസ്താവം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആലുവയിലെ പരിപാടിയിൽ വെച്ചിട്ട് പറഞ്ഞത്. ഞാൻ ഉണ്ടാകുമായിരുന്നില്ല, ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നില്ല. കേരളത്തിൽ എനിക്കത് പറയാൻ ധൈര്യമുണ്ട്. കാരണം എന്താ? കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് എതിരഭിപ്രായങ്ങളെപ്പോലും സ്വീകരിക്കുന്ന
സ്വീകരിക്കുന്ന സംസ്കാരമുള്ളവരാണ്. അതുകൊണ്ട് ആ എതിരഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന സംസ്കാരമുള്ളൊരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചാൽ അത് അങ്ങേയറ്റം ഷോക്കിംഗ് ആണ് എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഈ പറയുന്ന RSSO അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മറ്റ് സംഘടനകളോ ഏതെങ്കിലും തരത്തിൽ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അവരെ അടിച്ചുകൊല്ലുന്നവരായിട്ട് കാണുന്നതേയില്ല. രാജ്യത്ത് അവർക്ക് മറ്റൊരു മുഖമാണുള്ളത്. ഈ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യക്ക് അപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവർ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ ആക്രമണങ്ങളൊന്നും കേരളത്തിൽ സംഭവിക്കാതിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ ഹൈറ്റ് ഉണ്ട്, നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയുണ്ട്, നമുക്ക് അത്തരത്തിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ചോദ്യം ചെയ്യപ്പെടുന്നു, ആ ചരിത്രം ഭീഷണിയിലാകുന്നു. അതുകൊണ്ടാണ് ഇതൊരു മൈനർ ഇൻസിഡൻ്റ് ആണ്. ആഫ്റ്റർ ഓൾ ഒരു 4-5 പേര് അദ്ദേഹത്തിൻ്റെ കാർ തടഞ്ഞു വെച്ചിട്ട് സാർ എന്ന് വിളിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ വളരെ വലുതാണ്. അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പറയുന്നു, അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുമെന്ന് പറയുന്നു. ഈ നിമിഷം വരെ തുഷാർ ഗാന്ധി ഒരു കേസ് കൊടുത്തിട്ടില്ലല്ലോ, തുഷാർ ഗാന്ധി കേസ് കൊടുക്കാൻ തയ്യാറല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു സംസ്കാരമില്ല, കേരളം അത്തരത്തിലുള്ള സംസ്കാരത്തെ അനുവദിക്കുകയുമില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നതെന്നേ. ഇറ്റ് വാസ് എ വെരി സ്മോൾ ഇൻസിഡൻറ്റ്. അത് കൃത്യമായിട്ട് ഈ തുഷാർ ഗാന്ധി പറഞ്ഞ കോട്ട് തന്നെ വിളിക്കാം. ഇറ്റ് വാസ് എ മൈനർ ഇൻസിഡൻറ്റ്, ഇറ്റ് വാസ് നോട്ട് എ മേജർ ഇൻസിഡൻറ്റ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സൂചനയാണ്. ഈ സൂചന അനുവദിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അതുപോലെയാണ് ഈ പ്രബുദ്ധമായ കേരള സമൂഹത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് എന്താ പറയുക, സാധർമ്മ്യത്തിൻ്റെ, സമവായത്തിൻ്റെ, സമത്വത്തിൻ്റെ, തുല്യതയുടെ മറ്റ് ശബ്ദങ്ങളുണ്ടായാൽ അത് കേൾക്കുന്നതിൻ്റെയൊക്കെ ഒരു സംസ്കാരമാണ് നമ്മുടേത്. ആ സംസ്കാരം നശിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ സൂചനകളെപ്പോലും മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അത് കേരളത്തിന് അപമാനകരമാണ്. കേരളത്തിന് അപമാനകരമാണ് എന്ന് പറയുമ്പോൾ അത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അതിനുവേണ്ടി ജിഹ്വ മുഴക്കുന്നവരെ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ ലക്ഷ്യമെന്നും എന്താണ് അവരുടെ രാഷ്ട്രീയമെന്നും എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കേരളം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തിരിച്ചറിവിലേക്ക് കേരളം വരും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം അതാണ് കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ് കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.